ആരോഗ്യവകുപ്പ് മന്ത്രിയും ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാനും നിരന്തരം ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം 2 തവണ വന്ന സാഹചര്യത്തിൽ വളരെ നല്ലൊരു സിസ്റ്റം നമുക്കിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിപ്പ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോട്ടോക്കോളും അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വ്യാപനം ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ രീതിയിൽ ബന്ധപ്പെട്ട സമ്പർക്ക പട്ടികയുമായി ബന്ധപ്പെട്ടവരുമായിട്ട് അവരെ കണ്ടെത്തുവാനും അത് അവർ മറ്റുള്ളവർ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള എല്ലാ പരിശോധനയും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആരോഗ്യ വകുപ്പിൻ്റെ പ്രവർത്തകർ താഴെ തട്ടിലും ജില്ലാ ഭരണകൂടം വളരെ ശക്തമായ രീതിയിലും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഒരു വ്യാപനം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഈ മന്ത്രിമാർ ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നില്ല എന്നൊരു വിമർശനം. സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രിയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും ക്യാമ്പ് ചെയ്തെന്നെ ഏകോപിപ്പിച്ചിരുന്നു. വലിയ വീഴ്ചയെന്നാണ് ആക്ഷേപം. ഞാൻ പറഞ്ഞല്ലോ, ഒരു സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നതാണല്ലോ. നിങ്ങൾ ഇവിടുത്തെ പത്രക്കാരാണ്. ആ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ജില്ലാ കളക്ടറുമായിട്ടും ഉദ്യോഗസ്ഥരുമായിട്ടും ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവരും അത് വളരെ നല്ല രീതിയിൽ നിലവിലുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ച് എന്താണോ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊരു വീഴ്ച വന്നു എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇന്ന് ഞാനത് കഴിഞ്ഞ ഉടനെ ഞാൻ കളക്ടറേറ്റിൽ പോകുന്നുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രിയും വരുന്നുണ്ട്. നാളെ അദ്ദേഹത്തുനിന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. മാത്രമല്ല 2 ദിവസം മുമ്പാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ സ്ഥിരീകരിച്ചത്. അപ്പോൾ ആ സ്ഥിരീകരിച്ച സമയം മുതൽ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനവും നടക്കുന്നുണ്ട്. ഒരു വീഴ്ചയും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നിരന്തരം മന്ത്രിമാരെ വന്നില്ല എന്നുള്ളത് വരുന്നുണ്ട്. ഇന്ന് ഞാൻ കളക്ടറേറ്റിൽ പോകുന്നുണ്ട്. നാളെ ആരോഗ്യവകുപ്പ് മന്ത്രി വരുന്നുണ്ട്. അത് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും DHSഉം അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ജില്ലയിലെ ഇത്തരം പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടർ ശക്തമായി നേതൃത്വം നൽകുന്നുണ്ട്. താഴെ തട്ടിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും LSGയുടെ ഉദ്യോഗസ്ഥരൊക്കെ വളരെ സജീവമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു അതിനകത്ത് അവർക്ക് ചാർജ് ഉള്ളവരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. വളരെ ശക്തമായ ഒരു സിസ്റ്റം നിലവിലുണ്ട്. ആ സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ബോധ്യം. മാധ്യമങ്ങൾക്ക് പോലും ഒരു വിലക്കുള്ളതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. വാർത്തകളൊന്നും കൃത്യമായിട്ട് വരുന്നില്ല മിനിസ്റ്റർ. നേരത്തെ അതിനൊരു സംവിധാനം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത്ര നിങ്ങൾക്ക് വാർത്ത കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നിപ്പയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിവുള്ളതാണ്. അത് ഏതെല്ലാം രീതിയിലാണ് വാർത്ത കൊടുക്കേണ്ടത്, അത് ഡിക്ലെയർ ചെയ്യേണ്ട അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട വാർത്തകൾ ലഭിക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന നൽകേണ്ട പരിമിതിക്ക് അകത്തു നിന്നുകൊണ്ടുള്ള വാർത്തകൾ നൽകാനുള്ള നിർദ്ദേശം എന്തായാലും കൊടുക്കും. അല്ല, റൂട്ട് മാപ്പ് ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനവും നടത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾ കൊണ്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പോസിറ്റീവായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നിലവിലുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ച് പറയാൻ കഴിയില്ല. നിലവിലുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ച് നമുക്കത് പൂനെയിൽ നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമേ പറയാൻ കഴിയൂ. ഇവിടെ പോസിറ്റീവായി നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പോലും നമുക്കത് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് പൂനെയിൽ നിന്നുള്ള റിപ്പോർട്ട് വരണം. ആ റിപ്പോർട്ടിന് വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷേ ആ വെയിറ്റ് ചെയ്തതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു വീഴ്ച അതിൽ വന്നിട്ടില്ല. അതായത് ആ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഈ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ ഞാനും ജില്ലാ കളക്ടറുമായിട്ടും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ടും യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ അറിയുന്നതിന് മുമ്പ് ഞങ്ങൾ സംസാരിച്ചാണ്. കാരണം ഇത് റിപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട് സംശയം ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞപ്പോൾ ഈ രോഗിയുമായി ബന്ധപ്പെട്ട ഡോക്ടർ നമ്മളെ അറിയിച്ചപ്പോൾ ആ സമയം തന്നെ ഞങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു, ജില്ലാ കളക്ടറുമായി സംസാരിച്ചിരുന്നു. അത് നമുക്ക് ഡിക്ലെയർ ചെയ്യുന്ന മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതെല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമുക്കറിയാലോ, കേന്ദ്ര സംഘം ഇത്തരം കാര്യങ്ങൾ വരാറുണ്ട്. ആ വരുമ്പോൾ ബന്ധപ്പെട്ട കഴിഞ്ഞ തവണയും വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ നിയോജകമണ്ഡലത്തിലുണ്ടായിരുന്നു, മുമ്പ് നിപ്പ വന്നിരുന്നു. ആ സമയത്തും
കേന്ദ്ര സംഘമൊക്കെ എത്തിയിരുന്നു. അപ്പോൾ അവർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. ഇത് എവിടെയാണ് എന്നുള്ള ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം നടത്തും. അത് സ്വാഭാവികമായി എല്ലാ കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഇക്കാര്യത്തിലുണ്ടാവും. ദേവസ്വം ലീഡറെ നിയമിച്ച കാര്യത്തിൽ എന്താ സംഭവിച്ചിട്ടും രാജിയും വെച്ചിട്ടുണ്ടല്ലോ, സർക്കാർ അറിഞ്ഞിട്ടില്ല. എന്താണ് അല്ല, ഞാൻ പറഞ്ഞു ഉത്തരവാദിത്തത്തിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ മിനിസ്റ്റർ? ഇല്ല, ഞാൻ അതിനകത്ത് നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ഒരു നിയമനം നടത്തിക്കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് നിയമനം നടത്തി. ആ ഗവൺമെൻറ് നിയമനം നടത്തിക്കഴിഞ്ഞാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില ഭാഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഞങ്ങൾ നിയമനം നടത്തി. അത് ഇനി ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾക്ക് അതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് പ്രശ്നമല്ല, ഞങ്ങൾ ആ നിയമനവുമായി മുന്നോട്ട് പോകും എന്നൊരു സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഞാൻ പറയണല്ലോ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അത്തരം ആക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞാൽ, ആ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കുന്ന കാര്യത്തിൽ, തിരുത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു ദുരഭിമാനമില്ല. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.